നമസ്കാരം, എല്ലാവർക്കും രുചിമേളത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ബാക്കി വന്നിട്ടുള്ള റൈസ് വെച്ചിട്ടാണ്. അതായത് സാധാരണ നമ്മൾ വീട്ടിൽ കഴിക്കാനായിട്ട് വെക്കുന്ന ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വൈകുന്നേരം അത് വെച്ചിട്ട് നല്ലൊരു ഈസി ആയിട്ട് ഒരു ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് ആണ് ഞാനിന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്പി റൈസ് ബോളാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വറുത്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കട്ട തൈര് എടുത്തിട്ടുണ്ട്. ചോറ് ആവശ്യത്തിന്, അത് നമുക്ക് കൃത്യമായിട്ടുള്ള അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഇവിടെ ഞാൻ 1 ബൗൾ ചോറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവാള ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ്. അതുപോലെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ജീരകം, നല്ല ജീരകം, പിന്നെ കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മല്ലിയില, അതും ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിന് പകരം നിങ്ങൾക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ റവയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈ ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു മിക്സിയിലിട്ട് അടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ കപ്പലണ്ടിയും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ എല്ലാം കൂടെ ഒന്നിച്ച് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം അരഞ്ഞു കിട്ടാൻ പാടാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എടുക്കുക. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കപ്പലണ്ടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് അരച്ചെടുത്തത്. കപ്പലണ്ടി ആഡ് ചെയ്യണം നിർബന്ധമില്ല, നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് അരച്ചെടുക്കാം. ഓക്കെ, ഇനി ഞാൻ വേറൊരു ജാറിലാണ് ചോറും, ഞാനിവിടെ മട്ടരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മട്ടരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ചോറ് ഇതിലേക്ക് ഒരു ബൗൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള കട്ട തൈരാണ്. ഓക്കെ, ഇനി ഇതും നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് നമ്മൾ ചോറും അതുപോലെ തന്നെ കട്ടത്തൈരും കൂടി ഇട്ട് അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സവാള നന്നായിട്ട് ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വലുപ്പത്തിലുള്ള സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിന് പകരം നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ ഞാനിതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്, അത് നിർബന്ധമില്ല, അതും ഓപ്ഷണലാണ്, അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവയും അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കൈ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിവിടെ ബോൾസ് ആയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. നന്നായിട്ട് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള റൈസ് ബോൾസ് ആണ്, നല്ല ടേസ്റ്റുമാണ്. കറക്റ്റ് നമ്മുടെ ഒരു കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ബാക്കി വന്നിട്ടുള്ള ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ 4 മണിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചായയുടെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ബാക്കിയുള്ള ബോൾസും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്പി റൈസ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ല ചൂടോടെ നല്ല ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഈസി സ്നാക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് സോസ് കൂട്ടി കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെറുതെയും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. സോസൊന്നും വേണമെന്നൊന്നുമില്ല, അല്ലാണ്ട് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകൾ മാത്രമാണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രിസ്പി റൈസ് ബോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു രൂപമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.